മുഖ്യമന്ത്രി കസേരയ്ക്കായി കോൺഗ്രസിൽ പോര് കടുപ്പിച്ച് KCVD RC ഗ്രൂപ്പുകൾ AICC നിരീക്ഷകർ MLA-മാരെ രഹസ്യമായി ഒറ്റയ്ക്ക് കാണണമെന്ന ആവശ്യം ഉയർത്തി VD പക്ഷം രംഗത്തെത്തി. രഹസ്യമായി കണ്ടാൽ 35 MLA-മാർ പിന്തുണയ്ക്കുമെന്നാണ് VD പക്ഷത്തിന്റെ പ്രതീക്ഷ. കോൺഗ്രസ് സംഘടനാ രംഗത്തെ അതികായനായ KC വേണുഗോപാലിനെതിരായ യുദ്ധത്തിൽ സർവ്വായുധങ്ങളും പുറത്തെടുക്കുകയാണ് VD സതീശൻ. 63 കോൺഗ്രസ് MLA-മാരിൽ 46 പേരുടെ പിന്തുണ ഉറപ്പാക്കി KCക്കെതിരെ നിർണായക ആവശ്യമായി രംഗത്തെത്തിയിരിക്കുകയാണ് VD പക്ഷം. AICC നിരീക്ഷകരായ അജയ് മാക്കനും മുകുൾ വാസനിക്കും രഹസ്യമായി MLA-മാരെ കാണണമെന്നാണ് VDയുടെ ആവശ്യം. രഹസ്യ സ്വഭാവം ഉറപ്പാക്കാൻ കഴിഞ്ഞാൽ 35 MLA-മാർ തന്നെ പിന്തുണയ്ക്കുമെന്ന് VD കണക്കാക്കുന്നു. നിരീക്ഷകർക്ക് മുൻപിൽ ചാഞ്ചല്യമില്ലാതെ തനിക്കൊപ്പം നിൽക്കണമെന്ന സന്ദേശം MLA-മാർക്ക് KC നൽകിയിട്ടുണ്ട്. കടുത്ത VD വിരുദ്ധയായ ദീപ്തി മേരി വർഗീസ് MLA-മാർ പരസ്യമായി അഭിപ്രായം പറയണമെന്ന് ആവശ്യപ്പെട്ടു. ഏകാധിപത്യ പ്രവണത കാട്ടിയ പിണറായി വിജയൻ എല്ലാവർക്കുമുള്ള പാഠമാണെന്ന ദീപ്തിയുടെ പ്രതികരണത്തിലും ഉന്നം വ്യക്തം. ഞാൻ മാത്രം മതി, എൻ്റെ ഫുൾ ഫിഗർ മാത്രം മതി, ഞാനാണ് ഇതെല്ലാം ചെയ്തത് എന്ന് പറഞ്ഞ ഒരാളായിരുന്നു പിണറായി വിജയൻ. എന്താ ഈ വലിയ പതനമല്ല, അത് എല്ലാവർക്കും ഒരു പാഠമാണ്. ആലപ്പുഴയിൽ വിജയിച്ച AD തോമസിനെ പോലെ നീക്ത ചടയമംഗലം MLA MM നസീറും KCക്ക് വേണ്ടി പരസ്യമായി രംഗത്തെത്തി. ഏറ്റവും യോഗ്യൻ KC എന്നാണ് നസീറിന്റെ പരസ്യ പ്രതികരണം. എനിക്ക് വ്യക്തിപരമായിട്ട് KC വരണം എന്ന് തന്നെയാണ് ആഗ്രഹം. അതിൽ ഉറച്ച നിലപാട് തന്നെയാണ്. കാരണം അദ്ദേഹം ഇതിനോട് ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല, അദ്ദേഹത്തിന് വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഹൈക്കമാൻഡ് നിരീക്ഷകർ കേരളത്തിലെത്തുന്നതിന് മുൻപ് ഡൽഹിയിൽ പറന്നെത്തിയാണ് രമേശ് ചെന്നിത്തലയുടെ ചരടുവലികൾ. സോണിയാഗാന്ധിയുടെ വസതിയിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ചർച്ചയിൽ KCക്കൊപ്പം RCയും പങ്കെടുക്കുന്നുണ്ട്. ഇതിനിടെ ആലുവയിലെ VDയുടെ വീട്ടിലെത്തി ചെന്നിത്തല ഗ്രൂപ്പിലെ TJ വിനോദും A ഗ്രൂപ്പിലെ ദീപക് ജോയും ചർച്ച നടത്തി. MLA-മാരായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷമുള്ള സ്വാഭാവിക സന്ദർശനം എന്ന് മാത്രമായിരുന്നു ഇവരുടെ പ്രതികരണം. മുഖ്യമന്ത്രി പോരിലെ പ്രധാന യുദ്ധക്കളമായി മാറുകയാണ് സൈബർ ഇടം. VDക്ക് വേണ്ടി സോണിയാഗാന്ധിക്ക് കൂട്ടത്തോടെ ഇമെയിൽ അയക്കാനാണ് പ്രൊഫഷണൽ കോൺഗ്രസ് വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ ആഹ്വാനം. MP-മാരെ മുഖ്യമന്ത്രി പദത്തിലേക്ക് പരിഗണിക്കരുതെന്ന ആവശ്യം ഉന്നയിക്കുന്നതിനുള്ള ഡ്രാഫ്റ്റ് കോപ്പിയും ഗ്രൂപ്പിൽ നൽകിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ FB പേജിലും VDക്ക് വേണ്ടിയുള്ള മുറവിളിയാണ്. VD കേരളത്തിന്റെ വിസ്മയ നേതാവെന്നാണ് കമന്റുകൾ. കടുത്ത VD വിരുദ്ധ നിലപാടുള്ള NSSും SNDPയും മുഖ്യമന്ത്രി ചർച്ചയിൽ ഭംഗ്യം തരേണ അവരുടെ നിലപാട് ആവർത്തിച്ചു. സതീശനോടുള്ള വിയോജിപ്പ് പിൻവലിക്കേണ്ട സാഹചര്യമില്ലെന്ന് NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ പറഞ്ഞു. സമദൂര നിലപാട് തന്നെയായിരുന്നു അവിടെയും എല്ലായിടത്തും. അപ്പോൾ ആ സാഹചര്യത്തിൽ പക്ഷേ അതേ സമയത്ത് അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകളോട് ഞങ്ങൾക്ക് ഉള്ള ഇഷ്ടമല്ല. ഇപ്പോഴും ഉണ്ട്. തന്ത്രപൂർവ്വം VDയെയും KCയെയും RCയെയും പ്രശംസിച്ച വെള്ളാപ്പള്ളി നടേശൻ വാനോളം പുകഴ്ത്തിയത് KCയെ തന്നെയാണ്. MLA-മാരിൽ മഹാഭൂരിപക്ഷവും MP-മാരിൽ മഹാഭൂരിപക്ഷവും വേണുഗോപാലിന്റെ കൂടെയാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തെയും ഇത്തവണ തെരഞ്ഞെടുപ്പിന്റെ വിജയത്തിന്റെ ശില്പി അദ്ദേഹം തന്നെയാണ്. നാളെ നിയമസഭാ കക്ഷിയോഗം ചേരുന്നതിന് മുൻപ് 3 ഗ്രൂപ്പുകളും ശക്തി സംഭരിക്കുമ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നെഞ്ചെടുപ്പേറുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.